നമസ്കാരം. പ്രധാന വാർത്തകൾ. ബി.ജെ.പിക്കെതിരെ ജാഗ്രത വേണം. ക്ഷേത്ര പരിപാടിയിൽ പങ്കെടുത്തതിന് ശുക്കൂർ വക്കീലിനെതിരെ സംഘപരിവാറിന്റെ വർഗീയ പരാമർശം. 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. താപനില 3 മുതൽ 4 ഡിഗ്രി വരെ ഉയർന്നേക്കും. ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. ആദ്യം അർദ്ധ സെഞ്ചുറി, മിനിറ്റുകൾക്കുള്ളിൽ സെഞ്ചുറി. 11 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്ന് ജാക്സ്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ ക്ഷേത്രത്തിലെ സാംസ്കാരിക ഉത്സവത്തിൽ പങ്കെടുത്തതിന് നടനും സാംസ്കാരിക പ്രവർത്തകനുമായ ശുക്കൂർ വക്കീലിനെതിരെ സംഘപരിവാറിന്റെ വർഗീയ പരാമർശം. അഭിഭാഷകനും ബി.ജെ.പി നേതാവുമായ കൃഷ്ണരാജാണ് ഫേസ്ബുക്ക് വഴി ശുക്കൂർ വക്കീലിനെതിരെ മോശം പരാമർശം ഉന്നയിച്ചത്. ഏപ്രിൽ 24-ന് പയ്യന്നൂർ തെരുവിലെ ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ ശുക്കൂർ വക്കീൽ പങ്കെടുത്തിരുന്നു. ഫേസ്ബുക്ക് വഴിയാണ് ആ ചടങ്ങിനെയും തന്റെ സാന്നിധ്യത്തെയും കൃഷ്ണരാജ് വർഗീയമാക്കി മാറ്റുന്നുവെന്ന് ശുക്കൂർ വെളിപ്പെടുത്തിയത്. തൃശൂരിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. ശരാശരി താപനില 3 മുതൽ 4 ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്നാണ് സൂചന. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരമാലകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസവും സമാനമായ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു. ഇനി കായിക വാർത്ത. IPL-ന് പുതിയ റെക്കോർഡ് സമ്മാനിച്ച് റോയൽ ചലഞ്ചേഴ്സ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ഇന്നലെ നേടിയ 9 വിക്കറ്റ് വിജയം പുതിയ ഒരു റെക്കോർഡാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഗുജറാത്തിന്റെ 200 റൺസ് വിജയലക്ഷ്യം ബാംഗ്ലൂർ മറികടന്ന് ഇംഗ്ലണ്ട് സൂപ്പർ താരം വിൽ ജാക്സിന്റെ സെഞ്ചുറിയുടെയും വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറിയുടെയും മികവിലായിരുന്നു. IPL-ൽ ഒരു മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയതിനു ശേഷം സെഞ്ചുറിയിലേക്ക് ഏറ്റവും വേഗത്തിലെത്തുന്ന താരമായി വിൽ ജാക്സൺ മാറി. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.